السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയും നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം ഒരുപോലെ പാലിച്ച് അവന് വഴിപ്പെട്ട് അവൻ്റെ ഇഷ്ടവും തൃപ്തിയും പ്രീതിയും സ്നേഹവും നേടിയെടുത്ത് ചുരുങ്ങിയ ഈ ആയുഷ്കാലം ജീവിച്ചു തീർത്ത് വിജയം നേടിക്കൊണ്ട് സ്വർഗത്തിലെത്തുന്ന ഭാഗ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ തറാവീഹും നമ്മുടെ നോമ്പും നമ്മുടെ ദിക്റുകളും നമ്മുടെ ഖുർആൻ പാരായണവും ദുആയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് സ്വീകരിച്ച് നമ്മളിന്നിവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടിയിരിക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ അയൽപക്കക്കാരോടൊപ്പം നമ്മുടെ ഉസ്താദുമാരോടൊപ്പം നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണികളിൽ ചെന്നെത്താൻ, അവിടെ കൂടിയിരിക്കാൻ, അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനവും സമാശ്വാസവും എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചൊരായത്തുണ്ടല്ലോ. അള്ളാഹു പറയാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവനാണ് ഞാനെന്നാണ് അള്ളാഹു ആണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു സമാധാനം കിട്ടുന്ന വേറൊരു വാക്കും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, ഇനി കേൾക്കാനുമില്ല. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടൊരു സ്വഹാബിയാണ്. ആ സ്വഹാബി ബദർ യുദ്ധം നടക്കുമ്പോൾ ധീരമായി പോരാടി.
യുദ്ധത്തിൻ്റെ സ്വാഭാവികത എന്നോണം പല ശത്രുക്കളെയും കൊല്ലേണ്ടി വന്നു, വധിക്കേണ്ടി വന്നു. അങ്ങനെ ആ ശത്രുപക്ഷത്ത് കൊല്ലപ്പെട്ട ചില ആളുകളുടെ ഒരു ബന്ധുവായ ഒരു സ്ത്രീ മക്കയിൽ ഒരു ശപഥം എടുത്തു. ആസിം ഇബ്നു സാബിത്തിൻ്റെ തലയറുത്തു കൊണ്ടുവരുന്നവർക്ക് ആ സ്വഹാബിയുടെ തലയോട് നിറയെ സ്വർണവും നിധികളും ഞാൻ കൊടുക്കുന്ന ഒരു ഓഫർ പ്രഖ്യാപിച്ചു. ഈ ഓഫർ അന്നത്തെ മക്കയിലെ വിലാളി വീരന്മാരായ മുഴുവൻ യുവാക്കളും അറിഞ്ഞു. ആസിമിൻ്റെ ചോരയ്ക്ക് വേണ്ടി ഒരുപാട് വേട്ടക്കാർ ദാഹിച്ച് നടക്കുന്ന സമയം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് അവിടുത്തെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട 70ഓളം സ്വഹാബികളെ ചതിയിലൂടെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഖുർആൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് 2 ഗോത്രങ്ങൾ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ മുഴുവൻ വധിച്ചു കളഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഈ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹവും കൂടി പിടിക്കപ്പെട്ടു. അദ്ദേഹം തടവിലായ വിവരം മക്കയിലെ ആളുകൾ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൽ നിന്ന് തലയറുത്തുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ആളുകൾ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. പക്ഷെ ആസിം റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു, യാ അല്ലാഹ്, ഞാൻ പ്രവർത്തിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ പ്രയത്നിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വിയർപ്പൊഴുക്കിയത് നിനക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവേ, എൻ്റെ ശരീരത്തിൽ ഇവർ തൊടുന്നതിൽ നിന്നും എൻ്റെ മയ്യത്തിനെ ഇവർ വികൃതവൽക്കരിക്കുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് കാവലിന് തൊടുന്നു എന്ന് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്തു. തലയറുത്ത് തലയോട് പുറത്തെടുത്തിട്ട് അതിൽ നിറയെ സ്വർണം വാങ്ങിക്കാൻ ആർത്തിയോടെ വന്ന ശത്രുക്കൾ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തിനടുത്തേക്ക് അടുക്കുമ്പോൾ എങ്ങു നിന്നില്ലാതെ ഒരു വലിയ കടന്നൽ കൂട്ടം അവരുടെ നേർക്കൊക്കെ പാഞ്ഞെടുത്തു. അവരെ ആ മയ്യത്തിനോട് അടുക്കാൻ സമ്മതിച്ചില്ല. ആ മയ്യത്തിൻ്റെ ചുറ്റിലും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തിൻ്റെ ചുറ്റിലും ആ കടന്നൽ കൂട്ടം വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഈ ആളുകൾ പിരിഞ്ഞു പോകുന്നത് വരെ അവർ പറഞ്ഞു, നമുക്ക് പിരിഞ്ഞു പോകാം, അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവറ്റകൾ ഇത് കാര്യം നടത്താൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവർ തിരിച്ചുപോയി. അന്ന് രാത്രി ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കിടക്കുന്ന ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടപ്പെട്ട അടിമയെ ദഫൻ ചെയ്തു, മണ്ണിലേക്ക് താഴ്ത്തി. പിറ്റേ ദിവസം ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്തുകൊണ്ട് തലയോട് പുറത്തെടുക്കാൻ വന്ന ശത്രുക്കൾ കാണുന്നത് അവിടെ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് അതേപോലെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു അടിമ അള്ളാഹുവിനോട്, യാ റബ്ബ്, എൻ്റെ മയ്യത്തിനെ നീ കാത്തു സംരക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഒന്നും കഴിയാത്തൊരവസ്ഥയെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കാണ്, കടന്നൽ കൂട്ടത്തെ പറഞ്ഞയക്കാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അള്ളാഹുവിൻ്റെ പട്ടാളത്തെ അവനല്ലാതെ മറ്റാർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ അള്ളാഹുവിനെ അവലംബിക്കണം എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് ചായണം എന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കണം. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. സിംഹത്തിൻ്റെ പിടിവായിൽ നിന്ന് രക്ഷപ്പെട്ട് പാഞ്ഞോടുന്ന മാൻപേടയെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. നമ്മളിന്ന് നിസ്കാരത്തിൽ കേട്ട ആയത്താണ് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് പുറമെ ഒരുപാട് ബിംബങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് നൂഹ് നബി ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയാം? അദ്ദേഹം ചോദിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ وجعل القمر فيهن نورا وجعل الشمس سراجا ما لكم അല്ലയോ സമൂഹമേ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ലാ തുർജൂന ലില്ലാഹി വഖാറാ, അല്ലാഹുവിനെ നിങ്ങൾ ഒരു ഗാംഭീര്യവും കൽപ്പിക്കുന്നില്ലേ?
അള്ളാഹുവിന് നിങ്ങളൊരു വഖാറത്തും കൽപ്പിക്കുന്നില്ലേ? വഖദ് ഖലഖക്കും അത്വാറാ, അവനാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി പടച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ, ഖുർആനിലെ ഏറ്റവും മഹനീയമായ ആയത്തുകളിൽ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്ന ആയത്ത്. ആ ആയത്ത് മുഴുവൻ വിവരിക്കുന്നത് അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ചാണ്, ഗാംഭീര്യത്തെ കുറിച്ചാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, ഒരിക്കലും നാശമില്ലാത്തവനാണ്, മരണമില്ലാത്തവനാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവന്റെ അധീനതയിലുള്ളത് മാത്രമാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളത് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദമില്ലാതെ അവനോട് സംസാരിക്കാൻ ആർക്കാണ് കഴിയുക? അവനോട് റെക്കമെൻഡ് ചെയ്യാൻ ആർക്കാണ് കഴിയുക? അവനോട് ശഫാഅത്ത് നടത്താൻ ആർക്കാണ് കഴിയുക? അവന്റെ രാജാധികാരത്തിൽ കൈകടത്താൻ ആർക്കാണ് കഴിയുക? അവന്റെ മുലൂക്കിയത്തിലേക്ക് കടന്നു ചെല്ലാൻ ആർക്കാണ് കഴിയുക? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവന്റെ മുന്നിൽ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെയാണ്, ഒന്നും അവന്റെ മുന്നിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല. എല്ലാം അവൻ അറിയുന്നു, എല്ലാം അവൻ കാണുന്നു, എല്ലാം അവൻ കേൾക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിനെ കുറിച്ച് നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു അറിയുന്നു. നിന്റെ മനസ്സിന്റെ നൊമ്പരത്തെ കുറിച്ച് നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു അറിയുന്നു. നിന്റെ ജീവിതത്തിലെ വ്യതകളെ കുറിച്ചും വ്യസനത്തെ കുറിച്ചും വേവലാദികളെ കുറിച്ചും നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു അറിയുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവന്റെ മുന്നിൽ രഹസ്യവും പരസ്യവും ഒരുപോലെയാണ്. ولا يحيطون بشيء من علمه إلا بما شاء, അവന്റെ അറിവെന്ന് പറയുന്നത് അറ്റമില്ലാത്തതാണ്. അണുമുതൽ നക്ഷത്രം വരെയും അബീബ മുതൽ തിമിംഗലം വരെയും നീണ്ടുകിടക്കുന്ന അവന്റെ സൃഷ്ടിവൈഭവത്തിന്റെ അകത്തളങ്ങളിലുള്ള സകല വിവരങ്ങളും കൃത്യമായി അറിയുന്ന മാലിക്കുൽ മുലൂക്കായ ആലിമുൽ അല്ലാമായ അല്ലാഹു, ആ റബ്ബിന്റെ ഇൽമിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മലക്കുകൾ പോലും സമ്മതിച്ച കാര്യമാണത്. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങൾക്കൊരറിവുമില്ല റബ്ബേ, ഞങ്ങൾക്കൊരു വിവരവുമില്ല റബ്ബേ. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊരു വിവരവുമില്ല റബ്ബേ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീ സർവജ്ഞനാണ്, യുക്തിമാനാണ് റബ്ബേ, ഹകീമാണ്, അലീമാണ് റബ്ബേ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യർ എത്ര തന്നെ ഗോളശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചാലും, എത്ര തന്നെ ജിയോളജി പഠിച്ചാലും, എത്ര തന്നെ ഓഷ്യനോളജി പഠിച്ചാലും, എത്ര തന്നെ ആന്ത്രോപോളജി പഠിച്ചാലും, എത്ര തന്നെ അവന്റെ അനാട്ടമി പഠിച്ചാലും, ആയിരക്കണക്കിന് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ആകാശത്തിന്റെ വിഹായസിൽ വിച്ഛേദിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഉദ്ദേശിച്ച അറിവല്ലാതെ അവനിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അവന്റെ പാദപീഠമാകട്ടെ, അവന്റെ സിംഹാസനത്തിന് കീഴെയുള്ള അർശിന്റെ താഴെയുള്ള അവന്റെ പാദപീഠമാകട്ടെ ആകാശഭൂമികളെക്കാൾ വിസ്തൃതമാണ്. മഹത്തായ അർശിന്റെ ആകട്ടെ, വിശാലമായ ആകാശത്തിന്റെ ആകട്ടെ, അതിവിശാലമായ പ്രപഞ്ചത്തിന്റെ ആകട്ടെ, ആ പ്രപഞ്ചത്തിൽ വാരി വിതറപ്പെട്ടിട്ടുള്ള കോടാനു കോടി വരുന്ന നക്ഷത്രങ്ങളുടെ ആകട്ടെ, ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും കടങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ആകട്ടെ, ആ ഗ്രഹങ്ങളിൽ നമുക്കറിയാത്തതും അറിയുന്നതുമായ കോടാനുകോടി കണക്കിന് ജീവജാലങ്ങളാകട്ടെ,
ആ ജീവജാലങ്ങളിൽ കറുത്തൊരു പാറക്കെട്ടിനടിയിലൂടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഒരു കുഞ്ഞുറുമ്പിന്റെ കാലൊച്ച പോലും കേൾക്കുന്ന ആ കുഞ്ഞുറുമ്പിന്റെ കാലുകളിൽ ഏതെങ്കിലും ഒന്നിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതുപോലും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പടച്ചു പരിപാലിച്ചു വെക്കുന്ന യാതൊന്നിന്റെയും സംരക്ഷണം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമേ അല്ല. എന്തൊരു വാക്കാണിത് പ്രിയപ്പെട്ടവരെ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, നിഗൂഢതയുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, രഹസ്യത്തിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്. യഅലം ഇലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അറിയുകയില്ല. ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. കടലിലാകട്ടെ കരയിലാകട്ടെ നടക്കുന്നതെന്നും അവന്റെ അറിവോടുകൂടിയാണ്. ഒരു ഇല ഞെട്ടറ്റ് വീഴുന്നതായാലും അത് അവന്റെ അറിവോടുകൂടിയാണ്. ഭൂമിയുടെ അന്ധകാരത്തിൽ മുളക്കാനിരിക്കുന്ന കോടാനുകോടി സസ്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അറിവിലില്ലാത്തൊരു സത്യം പോലും, അള്ളാഹുവിന്റെ അറിവിലില്ലാത്തൊരു പുൽനാമ്പ് പോലും ഈ ഭൂമിയുടെ പ്രതലത്തിൽ മുളച്ചു പൊങ്ങുന്നില്ല. പക്ഷേ ഇതിന്റെ ഒന്നും സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമേ അല്ല, ബുദ്ധിമുട്ടേ അല്ല. അവനെല്ലാം അറിയുന്നവനും ഉന്നതനും മഹോന്നതനുമാണ്, അത്യുന്നതനും മഹോന്നതനുമാണ്. സുബ്ഹാന റബ്ബിയൽ അലാ, സുബ്ഹാന റബ്ബിയൽ അലാ. നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അലാ. എൻ്റെ റബ്ബ്, ഉന്നതനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ അദീം, മഹോന്നതനായ എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് എൻ്റെ റബ്ബ്, എത്ര മഹോന്നതനാണ് എൻ്റെ റബ്ബ്. അള്ളാഹുവിൻ്റെ അദമത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നമ്മളിങ്ങനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സൂറത്തു നബയിൽ ഇങ്ങനെ അള്ളാഹ് ചോദിക്കുന്നുണ്ട് നമ്മളോട്, അലം നജഅലിൽ അർദ മിഹാദാ, ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നത്? നിങ്ങളുടെ അയൽഗ്രഹങ്ങളായ ചൊവ്വയിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, ബുധനിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, വ്യാഴത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, നെപ്റ്റ്യൂണിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, യുറാനസിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? അവിടെ ഓക്സിജൻ ഉണ്ടോ? അവിടെ വെള്ളമുണ്ടോ? അവിടെ ഓസോൺ ലെയർ ഉണ്ടോ? അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ടോ? ഇല്ല. എന്നാൽ അവക്കിടയിൽ ഭൂമിയെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ അല്ലാഹു എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചു. ആരാണ് നിങ്ങൾക്കത് ഉണ്ടാക്കി തന്നത്? അലം നജഅലിൽ അർദ മിഹാദാ, ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നത്. വൽ ജിബാല ഔതാദാ, ആ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങൾ സംവിധാനിച്ചവനും ഞാനല്ലേ. വഖലഖനാകും അസ്വാജാ, നിങ്ങളെ ഇണകളായി പടച്ചവനും ഞാനല്ലേ. വജഅൽനാ നൗമകും സുബാതാ, നിങ്ങൾക്ക് ഉറക്കിനെ വിശ്രമമാക്കി തന്നവനും ഞാനല്ലേ. വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയെ വിശ്രമിക്കാനുള്ള അവസ്ഥയാക്കി തന്നവൻ ഞാനല്ലേ. വജഅൽനൻ നഹാറ മആശാ, പകലിനെ ജോലി ചെയ്യാനുള്ള സംവിധാനത്തിലാക്കി തന്നവനും ഞാനല്ലേ. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, നിങ്ങൾക്ക് മുകളിൽ അതിശക്തമായ 7 ആകാശങ്ങളെ സംവിധാനിച്ചവൻ ഞാൻ തന്നെയല്ലേ. വജഅൽനാ സിറാജൻ വഹാജാ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെ ആകാശത്തിൽ സംവിധാനിച്ചവനും ഞാനല്ലേ. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ തജ്ജാജാ, എന്നിട്ട് ആ സൂര്യതാപത്തിലൂടെ അള്ളാഹുവിന്റെ സംവിധാനത്തെ കുറിച്ച് വിശദീകരിക്കാൻ, എന്നിട്ട് ആ സൂര്യതാപത്തിലൂടെ കടലിന്റെ വെള്ളത്തെ ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് ഉയർന്ന് അതവിടെ ഘനീഭവിച്ച് ആ മേഘം അങ്ങനെ സഞ്ചരിച്ച് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള നാട്ടിൻപുറങ്ങളിലേക്ക് ചെന്ന് സുന്ദരമായ മഴ വർഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നവനും ഞാനല്ലേ. അള്ളാഹുവിന്റെ ചോദ്യം എന്തിനാണ് പടച്ചവനത് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ? എന്റെയും നിങ്ങളുടെയും ഹൃദയം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്, പടച്ച റബ്ബിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യ നീ തിന്നുന്നതിലേക്ക് നീ നോക്കിയിട്ടുണ്ടോ? നീ ഭക്ഷിക്കുന്നതിലേക്ക് നീ നോക്കിയിട്ടുണ്ടോ? അന്നാ സ്വബബനൽ മാഅ സ്വബ്ബാ, എപ്രകാരമാണ് ഞാൻ മഴ വർഷിപ്പിച്ചത്.
എന്നിട്ട് സുന്ദരമായി ഭൂമിയിൽ ചെടികളെയും വിളകളെയും ഞാൻ എങ്ങനെയാണ് മുളപ്പിച്ചത്? തീന്മേശയിൽ നിരന്ന് കിടക്കുന്ന ഭക്ഷണ വിഭവങ്ങളെ കുറിച്ച്, ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ച് അല്ലാഹു വിശദീകരിച്ചതാണ്. എന്തിനാണിത്? മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വിഭവമായി കൊണ്ട് ഞാൻ ഒരുക്കി തന്നതാണ്. ആർക്കും പങ്കില്ല അതിൽ, മറ്റാർക്കും പങ്കില്ല. അള്ളാഹുവിന്റെ വാക്കുകൾ എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ് മുഅ്മിനുകൾ. അള്ളാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ് മുഅ്മിനുകൾ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്നേഹം കൊണ്ടാണ് സീനാ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നത്, അരിനി അൻദുർ ഇലൈക, അല്ലാഹു എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ റബ്ബേ, എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ റബ്ബേ, എനിക്ക് നിന്നെ കാണണം റബ്ബേ. റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി. മൂസാ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല, മൂസാ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനെ കാണാൻ മൂസാ നബി ചോദിക്കാൻ. എന്താ ചോദിക്കാൻ കാരണം? സ്നേഹം കൊണ്ടാണ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അള്ളാഹ് പറയാണ്, ലൻ തറാനി, മൂസ കാണാൻ കഴിയില്ല, നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമുള്ളൊരു സംഗതിയല്ല എന്നെ കാണാൻ പറഞ്ഞത്. മൂസാ നബി അള്ളാഹുവിനോട് കേണ് കരഞ്ഞ് പറയാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവെ എനിക്കത് വേണം എന്ന് നിർബന്ധിച്ച് ചോദിക്കണം എന്നാണ്. അള്ളാഹു എനിക്കത് വേണം, നീ അത് തന്നേ പറ്റുള്ളൂ, തരണം. ഒരു ഉമ്മയുടെ പാവാടത്തലപ്പ് പിടിച്ച് വാശി പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞിന്റെ മനോഭാവത്തോടെ റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ പറ്റും, അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റും. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ എത്രത്തോളം റബ്ബിനോട് ചോദിക്കുന്നോ അത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടമാണ്, അത്രത്തോളം പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ്. ചോദ്യം നിർത്തുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത്. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. ജനങ്ങളോട് നമ്മുടെ സങ്കടം പറയും തോറും ജനങ്ങൾക്ക് നമ്മളോട് വെറുപ്പും അകൽച്ചയും കൂടാണ് ചെയ്യുക. നമ്മുടെ റബ്ബ് അങ്ങനെയല്ല. എത്രത്തോളം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നോ അത്രത്തോളം അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്, അത്രത്തോളം അള്ളാഹ്ക്ക് നമ്മളെ സ്നേഹമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ അല്ലാഹ് എനിക്ക് നിന്നെ കാണാം, അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ്. അവസാനം അള്ളാഹു പറഞ്ഞു, വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, മൂസാ നിനക്ക് എത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ മുന്നിൽ കാണുന്ന ഭീമാകാരമായ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കുക. ആ പർവ്വതത്തിലേക്ക് കണ്ണിമ വെട്ടാതെ നീ നോക്കുക. ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മൂസ നിനക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാനുകോടിയുള്ളൊരു അംശം ആ പർവ്വതത്തിന് മുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ആ പർവ്വതത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, ആ പർവ്വതത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ജഅലഹു ദക്കാ. ആ പർവ്വതം അതാ തകർന്ന് തരിപ്പണമാവുകയാണ്. വഖറ മൂസാ സഇഖാ. മൂസാ നബി അതാ ബോധം കെട്ടു വീഴുകയാണ്. ഫലമ്മാ ഫാഖ, ബോധം തെളിഞ്ഞപ്പോ മൂസാ നബി പറയുകയാണ്, സുബ്ഹാനക യാ അല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ, നീ പരമപരിശുദ്ധനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധിക്കൊരു കണക്കുമില്ല അല്ലാഹ്. തുബ്തു ഇലൈഹി, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്. വന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നും ഒന്നാമനായിരിക്കും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ സംഭവം വിവരിച്ചു തന്നത്? അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ആദമത്തിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും കഴിവുട്ടവനായ ഇത്രയും ഖുദ്റത്തുള്ള റബ്ബിന്റെ മറ്റൊരു സിഫത്ത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളെ, പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ, തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ, പാപത്തിൽ മുങ്ങിക്കുളിച്ചു പോയ എൻ്റെ അടിമകളെ. അള്ളാഹുവിനവരോട് എന്താണ് പറയാനുള്ളത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന് പറയാനുള്ളത് അതാണ്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം.
വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബിയെ പറഞ്ഞു കൊടുക്കുക, നബ്ബി ഇബാദി, എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടിമകൾക്ക് വാർത്ത അറിയിക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും ഞാൻ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാണ്, കരുണ അങ്ങേയറ്റമുള്ളവനാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ എൻ്റെ കരുണയിൽ നിന്ന് ആരാണ് ഓടി മറയുന്നത്? എൻ്റെ കരുണയുടെ വാതിലിലേക്ക് പ്രവേശിക്കാതെ ആരാണ് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ അദാബ് എന്ന് പറയുന്നത് വേദനാജനകമായ അദാബാണ്. ആ അദാബ് സഹിക്കാൻ കഴിയില്ല, ആ അദാബ് താങ്ങാൻ കഴിയാത്തതാണ്. അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം മഹത്തരമാണ്. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ ആഗ്രഹിക്കുകയാണ് അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദുൽ ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ നദീമാ, ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിതാ ഷഹവാത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിതാ വൈകാരികതകൾക്ക് പിന്നാലെ, അടിച്ചുപൊളികൾക്ക് പിന്നാലെ, തോന്നിവാസങ്ങൾക്ക് പിന്നാലെ നിങ്ങളങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്നാണ്. ആ കൊട്ടിയടക്കപ്പെട്ട നരകത്തിന്റെ വാതിൽ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുന്ന, അതിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്രയും വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഭാഗ്യം കെട്ടവരായി നമ്മൾ മാറരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടുക, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഓടുക, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഓടുക, ഒരിക്കലും അവസാനിക്കാത്ത പടച്ച റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് ഓടുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പൊറുക്കാത്ത ഒരേ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. എത്ര തെറ്റ് ചെയ്ത് മരിച്ചു പോയാലും, എത്ര പാപം ചെയ്ത് മരിച്ചു പോയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പാപമെല്ലാം അള്ളാഹു പുറത്തേക്കാം. ഒരൊറ്റ തെറ്റിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹു പൊറുക്കൂല എന്ന് പറഞ്ഞത്. ഇത്രയധികം റഹ്മത്തിനെ കുറിച്ച് വിശദീകരിച്ച റബ്ബ് ഒരു പാപത്തെ കുറിച്ച് പറയുമ്പോൾ ആ പാപം പൊറുക്കൂല എന്ന് മാത്രമല്ല, ആ പാപം ചെയ്തു പോയ മനുഷ്യരുടെ സകല അമലുകളും ബാത്തിലായി പോകുമെന്ന് പടച്ച റബ്ബ് ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ആ തെറ്റെൻ്റെ പ്രിയപ്പെട്ടവരെ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവിൽ ആരാണോ പങ്കു ചേർക്കുന്നത് അല്ലാഹു പൊറുക്കൂല, പൊറുക്കാൻ അല്ലാഹു തയ്യാറല്ല. പശ്ചാത്തപിക്കാതെ മരിച്ചു പോയാൽ ആ തെറ്റല്ല പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത തെറ്റുകൾ അല്ലാഹു പൊറുക്കാൻ സാധ്യതയുണ്ട്, മാപ്പ് നൽകാൻ സാധ്യതയുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വിദൂരമായ വഴികേടിലാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം ഏതാണെന്നറിയുമോ? അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ശിർക്കിന്റെ കടക്ക് കത്തിവെക്കുന്ന വചനമാണ്, ശിർക്ക് ഇല്ലാതാക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ പാതകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് വേണ്ടി ഒടിഞ്ഞു വെച്ച ജീവിതം. 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സോഫ്റ്റായ ഒരു റൊട്ടി അള്ളാന്റെ റസൂൽ കഴിച്ചിട്ടില്ല. സോഫ്റ്റായ ഒരു റൊട്ടി അള്ളാന്റെ റസൂൽ കഴിച്ചിട്ടില്ല. ഖന്തക്കിന്റെ ഭൂമിയിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് അള്ളാന്റെ റസൂലിനോട് പരിഭവം പറയാൻ വന്ന സ്വഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കാണിച്ചു കൊടുക്കാണ് സ്വന്തം വയറ്. അത്രത്തോളം ത്യാഗം,
അവസാനം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പടയങ്കി ജൂതൻ്റെ വീട്ടിൽ പണയത്തിലാണ്. വിശപ്പടക്കാൻ വേണ്ടിയിട്ട് വായിച്ചാൽ വീട്ടിൽ വിളക്ക് കത്തിക്കച്ചൊക്കെ വേണ്ടിയിട്ട് ജൂതനോട് അയൽവാസികളോട് കടം വാങ്ങിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. അതൊക്കെ കടക്ക് തീർത്തിട്ടാണ് പോയത്. നോക്ക്, നിങ്ങൾ അത്രത്തോളം ദാരിദ്ര്യവും പ്രയാസവും അനുഭവിച്ചു. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രി ആയിക്കഴിഞ്ഞാൽ നിന്ന് നമസ്കരിച്ചു. നമ്മളെപ്പോലെ ഈ അരമണിക്കൂറും 3/4 മണിക്കൂർ 1 മണിക്കൂറൊന്നും നീണ്ടു നിൽക്കുന്ന നിസ്കാരമല്ല. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബഖറയും ആല ഇംറാനും നിസാവും ആയിരൊക്കെ ഓതിയിട്ടുള്ള നിസ്കാരമാണ്. കാലിന് നീര് വന്ന് കിട്ടുമ്പോൾ സഹാബത്ത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കും, യാ റസൂലല്ലാ, മുമ്പും എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത്, എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എൻ്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കട്ടെ എന്നാണ്, ഞാൻ ഒരു ശുക്റുള്ള അടിമയായിരിക്കട്ടെ എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയാൻ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, നബിയെ ഞാനിതാ അങ്ങേക്ക് ബോധനം നൽകുന്നു, അല്ലെങ്കിൽ അങ്ങേക്ക് ബോധനം നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക്, അങ്ങേക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങയ്ക്ക് ശിർക്ക് സംഭവിച്ചാൽ അങ്ങയുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ. ആരോടാണ് അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ? ആരോടാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത്. രാത്രി മണിക്കൂറുകളോളം നിന്ന് നമസ്കരിച്ച് കാലിന് നീര് വന്ന പ്രവാചകനോടാണ് പറയുന്നത്. 23 വർഷക്കാലം വിശ്രമമില്ലാതെ നഖശികാന്തം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ പരിശ്രമിച്ച അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അല്ലാഹു അപ്രിഷിയേറ്റ് ചെയ്ത പ്രവാചകനോടാണ് പറയുന്നത്. ലഇൻ അശ്റക്ത, പ്രവാചകരെ അങ്ങേക്ക് ശിർക്ക് സംഭവിച്ചു പോയാൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ ഈ കർമ്മങ്ങൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. എത്ര കടുപ്പമുള്ളതാണ് അള്ളാഹുവിന്റെ വാക്കെന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ. സൂറത്ത് ആലി ഇംറാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാം, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ്യാ വയഹ്യാ വഈസാ വഇല്യാസ് കുല്ലും മിനസ് സ്വാലിഹീൻ وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. 15-ലധികം പ്രവാചകന്മാർ, 15-ലധികം അമ്പിയാക്കളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, വമിൻ ആബാഇഹിം വദുർരിയാതിഹിം വഇഖ്വാനിഹിം, അവരുടെ വാപ്പമാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ മക്കൾ, അവരിൽ നിന്നെല്ലാം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിൻ്റെ ഈ വാക്ക് നിങ്ങൾ അടിവരയിട്ട് കോറി വെക്കണേ. വലൗ അശ്റകൂ, അവരെല്ലാം ശിർക്ക് ചെയ്താൽ. ഈ 15-ലധികം പ്രവാചകന്മാരുടെ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ, അവരെല്ലാം ശിർക്ക് ചെയ്താൽ, അവരിൽ ഏതെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ എല്ലാവർക്കുമോ ശിർക്ക് സംഭവിച്ചാൽ, വലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാത്തിലായി പോകും, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൃഥാവിലായി പോകും. എന്തൊരു വാക്കാണ് പ്രിയപ്പെട്ടത്, ആലോചിച്ച് നോക്ക്. ഈ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരാണോ? അള്ളാഹുവിൻ്റെ മുഖറബുകളായ അമ്പിയാക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇവർക്ക് പോലും ശിർക്ക് സംഭവിച്ചാൽ ഒരു രക്ഷയില്ല, ഒരു മാർഗവുമില്ല രക്ഷപ്പെടാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വരിക? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വണ്ടിയെടുത്ത് നമ്മൾ പോവാൻ 120, 140 നമ്മൾ പോകുന്നത്. നിയന്ത്രണം വിട്ടു, ഒരു രക്ഷയില്ല, ബ്രേക്ക് കിട്ടുന്നില്ല, മരണം മുന്നിൽ ഇങ്ങനെ കാണാൻ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കാൻ നാം വിളിക്കുന്ന, എങ്ങനെയെന്ന് നമുക്കറിയില്ല, എങ്ങനെ രക്ഷിക്കുന്നു നമുക്കറിയില്ല, പക്ഷെ നമ്മെ രക്ഷിക്കാൻ നമ്മൾ വിളിക്കുന്ന ഒരേ ഒരാൾ അത് അല്ലാഹു ആകണം. അള്ളാഹ്ക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മൾ SOS മെസ്സേജ് വിടുന്ന കാര്യമല്ല പറയുന്നത്.
എങ്ങനെയെന്ന് എനിക്കറിയാതെ, ഒരു സബബും ഇല്ലാതെ റബ്ബേ എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ ഈ സമയത്ത് കഴിയുള്ളൂ. നിനക്ക് മാത്രം. അതുകൊണ്ട് ആ സമയത്ത്, ആ പ്രതിസന്ധിയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ, യാ അല്ലാഹ് എന്ന വിളിയല്ലാതെ നമ്മുടെ നാവിൽ നിന്ന് ഉയരാൻ പാടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിളി നമ്മുടെ നാവിൽ നിന്ന് ഉയർന്നാൽ അതിൻ്റെ പേരാണ് ശിർക്ക്. അതിനെയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുക. ആരായാലും, ആരെ വിളിച്ചാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മാത്രമാണ് ആ സമയത്ത് വിളിക്കേണ്ടത്. ടെസ്റ്റുകളിൽ നിന്ന് ടെസ്റ്റുകളിലേക്ക് മാറിപ്പോയി അവസാനം ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ഒരു രക്ഷയില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാ ചികിത്സയും കഴിഞ്ഞു, 4 മാസം നിനക്ക് ബാക്കിയുണ്ട്. ആ സമയത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ വാതിലുകൾ മുഴുവൻ അടയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നൊരു തട്ടുണ്ട്. എൻ്റെ എല്ലാ ശ്രമങ്ങളും റബ്ബെ പരാജയപ്പെട്ടു, എൻ്റെ മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടു, ഇനി രക്ഷ നീ മാത്രമാണ് റബ്ബെ, ഇനി രക്ഷ നീ മാത്രമാണ്, ഇനി ശിഫ നിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. എല്ലാ വാതിലുകളും അടക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒന്നിൽ നമുക്ക് പ്രതീക്ഷ വരുന്നുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒന്നിൽ നമുക്ക് പ്രത്യാശ വരുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് ശിർക്ക്. ആ പ്രതീക്ഷയാണ് ശിർക്ക്, ആ തേട്ടമാണ് ശിർക്ക്. മനുഷ്യവംശത്തിലേക്ക് ആദ്യം ശിർക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിട്ടാണ് പോയത്. ആദം നബിയുടെ ജീവിതകാലത്ത് ഒരു ശിർക്കും വന്നിട്ടില്ല, ഒരു ബഹുദൈവാരാധനയും ഒരു ബിംബവും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് വളരെ വിദഗ്ധമായി മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത് എന്ന് പഠിക്കണം നമ്മൾ. അതേ പാറ്റേണാണ് ശൈത്താൻ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ശിർക്ക് കടത്തിക്കൊണ്ടുവന്നത്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ 5 പേർ. ഇവരാരാ? ഇവര് ബിംബങ്ങളോ ദൈവങ്ങളോ അല്ല, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകൾ. ആ അടിമകൾ മരിച്ചപ്പോൾ ഇബ്ലീസ് വന്നിട്ട് 1ാം തലമുറയോട് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ ഓർക്കണം, അവരുടെ സ്മരണകൾ ഈ സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയ വലിയ അപകടം സംഭവിക്കും. അതുകൊണ്ട് അവരിരുന്ന അവരുടെ ഇരിപ്പിടങ്ങളിൽ അവരുടെ ഓരോ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുക ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്തു. തോന്നുമ്പോൾ വലിയ ഉപദ്രവമുള്ള സംഗതിയൊന്നുമല്ല, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ബിംബം ഉണ്ടാക്കി വെക്കാനല്ലേ, ഉണ്ടാക്കി വെച്ചു. അടുത്ത തലമുറയിൽ ഇബ്ലീസ് വീണ്ടും വന്നു, എന്നിട്ട് പറഞ്ഞു, ഇതാരാണെന്നറിയോ? ഈ ബിംബം ആരാണെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർക്ക് പ്രയാസം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇവരോടാണ് സഹായം തേടിയത്, ഇവരോടാണ് പ്രാർത്ഥിച്ചത്, ഇവരോടാണ് ദുആ ചെയ്തത്, ഇവരോടാണ് പരിഹാരം തേടിയത്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ആ ബിംബങ്ങളോട് സങ്കടം പറയാനും, ആ ബിംബങ്ങളെ ആരാധിക്കാനും, ആ ബിംബങ്ങളോട് തങ്ങളുടെ ആവശ്യം പറയാനും മനുഷ്യവംശം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ മനുഷ്യരെ മുന്നിൽ കാണിച്ചിട്ടാണ് പലപ്പോഴും ഇബ്ലീസ് നമ്മുടെ മുന്നിലേക്ക് വരിക, ഇബ്ലീസ് നമ്മെ വഴിതെറ്റിക്കാൻ വരിക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ പറയേണ്ട ഒരേ ഒരു വാക്ക്, നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരേ ഒരു വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ എൻ്റെ റബ്ബ് പ്രാപ്തനാണ്, എൻ്റെ റബ്ബ് മതിയായവനാണ് എന്ന് സ്വന്തം ഹൃദയത്തെയും മനസ്സിനെയും ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ ഒരു ചോദ്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം അള്ളാഹു ചോദിക്കാൻ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒന്നുകൂടി ആവർത്തിക്കാം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എന്താണല്ലോ ചോദിക്കുന്നതെന്നറിയോ? അള്ളാഹുവിൻ്റെ അടിമക്കവൻ മതിയായവനല്ലേ? ഞാൻ നിനക്ക് മതിയായവനല്ലേ? രോഗിയോടുള്ള ചോദിക്കുന്നു, ഞാൻ നിനക്ക് മതിയായവനല്ലേ? കടക്കാരനോടുള്ള ചോദിക്കുന്നു, ഞാൻ നിനക്ക് മതിയായവനല്ലേ? ഗതികെട്ടുപോയവനോടുള്ള ചോദിക്കുന്നു, ഞാൻ നിനക്ക് മതിയായവനല്ലേ? അമ്മയുജീബുൽ മുൽത്തറ ഇദാ ജാ ഫയക്ഷിഫു സൂഅ വയജഅലു ലക്കും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. ഗതികെട്ടവൻ ഗതികെട്ടുകൊണ്ട് വിളിക്കുമ്പവന്റെ ഗതികേടിന് ഉത്തരം നൽകുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണെന്നറിയുമോ? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹു ചോദിക്കാണ്, വമൻ അദല്ല, ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ? ആരാണ് ഏറ്റവും വഴികെട്ടുപോയവൻ? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴികെട്ടുപോയവൻ ആരാണുള്ളത്? വഴിപിഴച്ചു പോയവൻ ആരാണുള്ളത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ.
എങ്ങനെയുള്ളവനെയാണ് അവൻ വിളിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെ അവൻ ഉത്തരം നൽകാൻ അവർക്ക് കഴിയുകയില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവൻ എത്ര തൊണ്ടപൊട്ടി വിളിച്ചാലും എത്ര കഷ്ടപ്പെട്ട് വിളിച്ചാലും അവൻ്റെ വിളിയിൽ അവർ അശ്രദ്ധരാണ്. അവർ കേൾക്കൂല, അറിയൂല, മനസ്സിലാക്കൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നിങ്ങൾ അള്ളാഹനെ വിളിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൽ മറ്റെല്ലാ വഴികളും മുട്ടുമ്പോൾ മനസ്സറിഞ്ഞിട്ട് യാ അള്ളാഹ് എന്ന് മാത്രം നിങ്ങൾ, മറ്റൊരു നാമം നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് വരരുത്. ഇനി അള്ളാഹ് നിങ്ങൾ വിളിക്കുമ്പോൾ ഏത് പേര്, യാ റഹ്മാൻ, യാ റഹീം, അല്ലെങ്കിൽ ഇസ്മുൽ ജലാൽ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ അർഹമുർ റഹീമീൻ, അള്ളാഹനെ മാത്രം വിളിക്കുക. ഖുർആൻ നിങ്ങൾ തിരയുക. നിങ്ങൾ ഖുർആൻ എല്ലാവരും ഒന്നുണ്ടാവുമല്ലോ, സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ നിങ്ങൾ തിരയുക. എല്ലാ പ്രവാചകന്മാരുടെയും ദുആ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകനും ആദം നബിയുടെ ദുആ എന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താ? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഅ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താ? ഇന്നി മസ്സനി യദുറു വഅൻത അർഹമുർ റഹീമീൻ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താ? ഇന്നക അൻത സമീഉ ദുആ. ഇങ്ങനെ തുടങ്ങി സകല പ്രവാചകന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, പള്ളി കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂം ഇറങ്ങുമ്പോൾ, ഉറങ്ങുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ എല്ലാ ദുആയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അല്ലാഹുമ്മ 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 റബ്ബന 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 റബ്ബന. ഇതിലൂടെ പഠിച്ചോ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? നീ എന്നെ വിളിക്ക്, എന്നെ വിളിക്ക്, എന്നെ മാത്രം വിളിക്ക്, എന്നോട് പറയും, എന്നോട് തേട്, എന്നോട് സങ്കടം പറയും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ റമദാൻ മാസത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ തൗഫീഖ് എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനോട് തേടാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. യാ അല്ലാഹ്, നിൻ്റെ പരിശുദ്ധമായ ഈ ഭവനത്തിലിരുന്ന് ഇത്രയും നേരം നിന്നെക്കുറിച്ച് മാത്രം പറഞ്ഞു, നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് പറഞ്ഞു, നിൻ്റെ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവെ, ഈ ഒരു അമലിനെ വസീലയാക്കിയിട്ട് ഞങ്ങളിതാ നിന്നോട് തേടുകയാണ്. ഞങ്ങൾ നീ തികഞ്ഞ മുവഹിദുകളാക്കണേ റബ്ബേ. ജീവിതത്തിൻ്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിൻ്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. ജീവിതത്തിൻ്റെ ഒരവസരത്തിൽ പോലും യാ അല്ലാഹ് നിന്നെ വിട്ട് മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ അവലംബിക്കേണ്ട ഗതികേട് യാ റബ്ബേ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാഹ്. അവസാന ശ്വാസം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ ആ ഉജ്ജ്വലതയും ആ ഒരു മഹനീയതയും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ രക്തത്തിലും ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ വ്യവഹാരങ്ങളിലും ഞങ്ങളുടെ ജോലികളിലുമെല്ലാം നീ നിറച്ചു നിർത്തണേ അല്ലാഹ്. അവസാനം നിന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും റഹ്മത്തിൻ്റെ മലക്കുകളെ കണ്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിൻ്റെ കലിമത്ത് താരാട്ടായി പാടിക്കൊടുക്കുമ്പോൾ അത് കേവലം ഒരു ആദര വ്യായാമമാക്കി മാറാതെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒരാദർശത്തിൻ്റെ, ഒരു സുന്ദരമായ വസന്തത്തിൻ്റെ വലിയൊരു പ്രതിഭാസമാക്കി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിത്ത അല്ലാഹ്. നീ ആ താരാട്ടുപാട്ടുകളെ മാറ്റിത്ത അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ കാതുകൾ കൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നതിന് പകരം ഹൃദയങ്ങൾ കൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വികാരമായി സ്വീകരിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും വിയർപ്പൊഴുക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷനായി, ഒരു തലമുറയായി അവരെ നീ വളർത്തിക്കൊണ്ടുവാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്നൊരിക്കലും നീ തൗഹീദിനെ ഉയർത്തിക്കളയില്ല റബ്ബേ. ശിർക്കെന്ന മഹാപാപത്തിൽ ഞങ്ങൾ നീ ഒരിക്കലും ഉൾപ്പെടുത്തി കളയില്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരെയും ഈ ശിർക്കെന്ന മഹാപാതകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു, നിന്റെ മഹനീയമായ സ്വർഗത്തിൽ ഇതുപോലെ നീ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.